ഈ ഒരു ക്വസ്റ്റ്യനകത്ത് SSC CGL 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് പറയുന്നത് സാലറീസ് ഓഫ് പി ആൻഡ് ക്യൂ ടുഗദർ എമൗണ്ട് ടു 96000. പി ആൻഡ് ക്യൂ സേവ് 64 ആൻഡ് 44% ഓഫ് റെസ്പെക്റ്റീവ്ലി their individual salary. If P's expenditure is 1.5 times Q's expenditure, then what is the ratio of പി സാലറി ടു ക്യൂ സാലറി? അപ്പം ഞാൻ പിന്റെ സാലറി പിന്റെ 100% എന്നും ക്യൂവിന്റെ 100% എന്നും എടുത്തു. ദെൻ സേവ് ചെയ്യുന്ന 64 44 സേവ് ചെയ്യുന്ന 64 44 അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ വരാൻ നേരത്ത് 36 56 എന്ന് പറഞ്ഞു വരും. ഇനി പറഞ്ഞിരിക്കുന്നത് പിന്റെ എക്സ്പെൻഡിച്ചർ ക്യൂവിന്റെ 1.5 ടൈംസ് മീൻസ് 3/2 ആണ്. അപ്പോൾ P/Q എന്ന് പറയുമ്പോൾ എത്ര വരും? 3/2 എന്ന് പറഞ്ഞു വരും. 1.5 ടൈംസ്. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെയല്ല കിടക്കുന്നത്. ഇത് പിന്റെ എക്സ്പെൻഡിച്ചർ, ഇത് ക്യൂവിന്റെ എക്സ്പെൻഡിച്ചർ 3/2 ടൈംസ് അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് സെയിം ആക്കണം. സെയിം ആക്കാൻ നേരത്ത് എല്ലാത്തിനും എഫക്റ്റ് ചെയ്യും. സാലറീനെ എഫക്റ്റ് ചെയ്യും, സേവിങ്സിനെ എഫക്റ്റ് ചെയ്യും, എല്ലാത്തിനും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ സേവിങ്സിന് ഇപ്പം നമുക്ക് വേണ്ട, കാരണം എക്സ്പെൻഡിച്ചറും സാലറി മാത്രം മതി. സേവിങ്സ് ആ എക്സ്പെൻഡിച്ചറിലോട്ട് എത്താനുള്ള ഒരു മീഡിയം മാത്രമായിരുന്നു. അപ്പോൾ സെയിം ആക്കാനായിട്ട് 36 56 ആണ്. ഓക്കെ, ഞാനിവിടെ 56 വെച്ച് 36 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ 3/2 ആകണം അല്ലേ? 3/2 ആകണം. 3/2 ആക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? സെയിം ആക്കണം. 3/2 ആക്കാനായിട്ട് ഇനി ഇതിനെ 3 വെച്ചും ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പിന്റെ സാലറി നോക്കുമ്പോൾ 100 ഇൻറ്റു 56 ഇൻറ്റു 3, പിന്റെ സാലറിയുടെ 100. ഓക്കെ, പിന്റെ സാലറിയുടെ 100. ഇനിയിപ്പം ക്യൂവിന്റെ സാലറിയുടെ 36, ക്യൂവിന്റെ സാലറിയുടെ 36. ഓക്കെ, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഇവിടെ 100 എടുത്താൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇത് പിന്റെ സാലറിയുടെ 100, ഇത് ക്യൂവിന്റെ സാലറിയുടെ 100. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കും ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോകും. ദെൻ ഇത് പിന്റെ സാലറിയുടെ 100, ഇത് ക്യൂവിന്റെ സാലറിയുടെ 100 അല്ലേ? ഇത് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ 4 വെച്ച് കട്ട് ചെയ്യാം. 14 4. ദെൻ ഇവിടുത്തെ ഒരു ഇവിടെ 9. ദെൻ നമുക്ക് ആണെങ്കിൽ 14. ഓക്കെ, 14. ഓക്കെ, ഇത് 7, ഇത് 3, 7:3 എന്ന് പറഞ്ഞ് കിട്ടും.